തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതകത്തിനുള്ള കാരണം കുഞ്ഞിനോടുള്ള കടുത്ത പകയെന്നാണ് പ്രതിയായ ഷിജിലിന്റെ മൊഴി. ശാരീരിക ബന്ധത്തിനിടെ കുഞ്ഞുണർന്ന് കരഞ്ഞതാണ് മർദ്ദിക്കാൻ കാരണമെന്നും ഷിജിൽ മൊഴി നൽകിയിരിക്കുന്നു. കേസിൽ ഭാര്യ കൃഷ്ണപ്രിയയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. 1 വയസ്സുകാരൻ ഇഹാന്റെ മരണത്തിൽ തുടക്കം മുതൽ സംശയമന നീണ്ടത് പിതാവ് ഷിജിലിലേക്ക് തന്നെയായിരുന്നു. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ച കുഞ്ഞ് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പോലീസിന് സംശയം തോന്നി. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഷിജിലിനെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച ഷിജിൽ നൽകിയ മൊഴി മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഭാര്യ കൃഷ്ണപ്രിയയെ ഷിജിലിന് സംശയമായിരുന്നു. ഇതാണ് കുഞ്ഞ് ഇഹാനിലേക്ക് നീണ്ടത്. ഷിജിലിന്റെ സംശയത്തെ തുടർന്ന് ഗർഭിണിയായിരിക്കെ മാറി താമസിച്ച ഇരുവരും പോലീസിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് വീണ്ടും ഒന്നിച്ച് താമസിക്കുന്നത്. പിണക്കത്തിന് ശേഷം കൃഷ്ണപ്രിയും ഇഹാനും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഷിജിലിന് ഇഷ്ടമായില്ല. ഇരുവരോടും 1 മാസത്തോളം അകൽച്ച പാലിച്ചു. എന്നാൽ വീട്ടിൽ വെച്ചുള്ള കുഞ്ഞിന്റെ കരച്ചിലാണ് ഷിജിലിന് ദേഷ്യമുണ്ടാക്കിയത്. ശാരീരിക ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞതും പകയ്ക്ക് കാരണമായി. സംഭവ ദിവസം കുഞ്ഞിന്റെ കരച്ചിൽ മൂലം ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യത്തിലാണ് ഇഹാനെ ആക്രമിച്ചത്. മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ക്ഷതമേൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. ഷിജിൽ മുമ്പും കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി. മുമ്പ് കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞതിലും ഷിജിലിന് പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി കൃഷ്ണപ്രിയയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. റിമാൻഡിലുള്ള ഷിജിലിനെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.